വാദിനാം വാദിനെ വാജമ്യമാനാം മൗനഭാജിനെ സർവലോകാനുരൂപായ തസ്മൈ ശ്രീഗുരവേ നമഃ. സർവലോകത്തിനും അനുരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് 97 നമ്പർ ചെങ്ങന്നൂർ ടൗൺ ശാഖയിൽ ഇങ്ങനെ ഒരു അവസരം നൽകിയ ശാഖായോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ദേവദാസ് സാറ്, അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് ശ്രീ വിജയകുമാർ സാറ്, അതോടെ നമ്മുടെ ശാഖായോഗത്തിൻ്റെ സെക്രട്ടറി സിന്ധു ചേച്ചി അടക്കം ഇവിടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ശരിക്കും വളരെയേറെ സന്തോഷമുണ്ട് ഇങ്ങനെ ഈ ഒരു ശാഖയിൽ ഇങ്ങനെ ഒരു അവസരത്തിന്. അതിൻ്റെ കാരണം ഇത് 97 നമ്പർ SNDP ശാഖായോഗമാണ്. 97 നമ്പർ SNDP ശാഖായോഗം എന്ന് പറയുമ്പോൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ തൃക്കരങ്ങളിൽ നിന്ന് നേരിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങുവാൻ ഭാഗ്യം ലഭിച്ച പൂർവികരുള്ള അവരുടെ പിന്മുറക്കാരുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിന്ന് സംസാരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നതും. 97 നമ്പർ SNDP ശാഖായോഗം ആദ്യത്തെ 108 ശാഖായോഗത്തിന് കോട്ടയം നാഗമ്പടം ക്ഷേത്രത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുദേവൻ നേരിട്ട് സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ നമ്മളുടെ ശാഖായോഗത്തിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മളുടെ പൂർവികർ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ തൃക്കരങ്ങളിൽ നിന്ന് നേരിട്ട് വാങ്ങിയതാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ഇവിടെ കൂടുമ്പോൾ, നമ്മളുടെ 2ാമത് പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് നമ്മളിങ്ങനെ ഇവിടെ കൂടുമ്പോൾ എന്നോടിവിടെ സംസാരിക്കുവാൻ പറഞ്ഞ വിഷയം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ഈശ്വരീയതയാണ്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ ഈശ്വരനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ തൃക്കരങ്ങളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശാഖയിലാണ് ഞാൻ നിൽക്കുന്നതെന്നുള്ള ഒരു ബോധം എനിക്കുണ്ട്. അതോടൊപ്പം തന്നെ എന്നെ കേൾക്കുന്ന ഇവിടെയുള്ള എല്ലാ ശാഖാംഗങ്ങൾക്കും ഉണ്ടാവണമെന്ന് കൂടി ഞാൻ അറിയിക്കുന്നു. കാര്യം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഗുരുവിനെ നമ്മൾ ഇവിടെ ക്ഷേത്ര രീതിയിൽ നമ്മൾ ആചരിക്കുമ്പോൾ ഗുരുവിനെ ഇപ്പം തന്നെ ഞാൻ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ ഗുരുപദം എന്ന് പറയുന്ന ഒരു ചാനലുമായിട്ട് ബന്ധപ്പെട്ട് ചാനൽ നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഗുരുപദം മിക്കവാറും ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഗുരുപദത്തിൽ നമ്മൾ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് ഏതെങ്കിലും ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ ഗുരുപദത്തിൽ ഒരു പ്രോഗ്രാം ഇടുമ്പോൾ അതിന് താഴെയൊക്കെ വന്ന് ധാരാളം കമൻറ്റുകൾ വരാറുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ മനുഷ്യനല്ലേ? ഗുരു എങ്ങനെ ദൈവമാകും? ശ്രീനാരായണ ഗുരുദേവൻ സാമൂഹ്യ പരിഷ്കർത്താവല്ലേ? ഗുരു സാമൂഹിക പരിഷ്കരണമല്ലേ നടത്തിയിട്ടുള്ളൂ? അങ്ങനെയൊക്കെ ധാരാളം ചോദ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തീർച്ചയായിട്ടും ആ ഒരു നിലയിൽ എനിക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇടയ്ക്ക് സംസാരിക്കാനുള്ള വിഷയം എന്നോട് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് ഗുരുവിൻ്റെ ഈശ്വരീയത പറയാമെന്നാണ്. ഗുരുവിൻ്റെ ഈശ്വരീയത ഞാൻ നിങ്ങളുടെ അടുക്ക് പറയണമെങ്കിൽ എനിക്ക് അതിന് മതിയായിട്ടുള്ള കാരണങ്ങൾ വേണം. ഞാൻ നിങ്ങളുടെ അടുക്കൽ ശ്രീനാരായണ ഗുരുദേവൻ ദൈവമാണോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? എന്ത് മറുപടി പറയും? ആണെന്ന് പറയൂ, അല്ലെന്ന് പറയൂ? ആണെന്നും പറയൂ, അല്ലെന്നും പറയൂ. ആണ്. എങ്ങനെ പറയാൻ പറ്റും നമുക്ക്? നമ്മളുടെ ഗുരുക്ഷേത്രത്തിൽ വന്ന് നമ്മൾ ഗുരുസ്തവം ചൊല്ലിയത് കൊണ്ടോ, ദൈവദശകം ചൊല്ലിയത് കൊണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് പ്രാർത്ഥനകൾ ചൊല്ലിയത് കൊണ്ടോ, എല്ലാ ഞായറാഴ്ചകളിലും പ്രാർത്ഥനയ്ക്ക് പോയത് കൊണ്ടോ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള മാസചതയങ്ങളിൽ നമ്മൾ ഗുരുക്ഷേത്രത്തിൽ വന്നിരുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ മറ്റ് ചതയ ദിവസങ്ങളിൽ നമ്മൾ സെറ്റ് സാരിയൊക്കെ എടുത്ത് അല്ലെ മഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഘോഷയാത്രയിൽ പങ്കെടുത്തത് കൊണ്ടോ, അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ ശിവഗിരി തീർത്ഥാടനത്തിന് പങ്കെടുത്തത് കൊണ്ടോ നമ്മൾ ശ്രീനാരായണീയരാവൂ? അല്ലെ ഗുരു നമ്മുടെ ദൈവമാവൂ? ആകൂ? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആകുമോ? നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇതൊക്കെ ചെയ്തുകൊണ്ട് ശ്രീനാരായണ ഗുരു, ഞങ്ങൾ ഭയങ്കര ശ്രീനാരായണീയരാണ്, SNDPക്കാരാണ്, അങ്ങനെ പറഞ്ഞ് നടക്കൂലേ നമ്മൾ ചെയ്യാറ്? നമ്മൾ ഗുരുവിനെ പഠിക്കാൻ തയ്യാറാവാറുണ്ടോ? നമ്മൾ ശ്രീനാരായണ ഗുരുദേവനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മൾ ഗുരുവിനെ പഠിക്കുവാനും കൂടി തയ്യാറാവണം. നമ്മൾ പഠിക്കുവാനുള്ള ഒരു നമ്മളുടെ വിഷയമാക്കി ശ്രീനാരായണ ഗുരുദേവനെ മാറ്റി ഗുരുവിനെ പഠിച്ചതിന് ശേഷമാണ് ശ്രീനാരായണ ഗുരുദേവൻ ദൈവമാണ് എന്ന് നമുക്ക് പറയുവാൻ കഴിയുള്ളൂ. അങ്ങനെ പറയാൻ എനിക്ക് ധാരാളം കാരണങ്ങൾ കാണും, അല്ലെങ്കിൽ അങ്ങനെ ഗുരു ദൈവമാണെന്ന് പറഞ്ഞിട്ടുള്ളവരുടെ എക്സാമ്പിൾ പറഞ്ഞു തരാൻ എനിക്ക് കാണും. പക്ഷെ ഇത് ഞാൻ പഠിച്ചതാണ്.
അല്ലേ? ശ്രീനാരായണ ഗുരുദേവനെ പറ്റിയുള്ള ധാരാളം ജീവചരിത്രങ്ങൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ജീവചരിത്രമുള്ളത് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചാണ്. ഇന്ത്യയിൽ എടുത്താൽ ഒരുപക്ഷെ ഗാന്ധിജി അതോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരുദേവൻ. പുസ്തകങ്ങളുടെ കാര്യത്തിൽ ഗുരുവിനെ കുറിച്ച് ജീവചരിത്രങ്ങളും ഗുരുവിനെ പറ്റിയുള്ള പുസ്തകങ്ങളും ഇന്ത്യയിൽ എണ്ണമെടുത്താൽ അതിൽ 1-2 സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനാണ്. അപ്പൊ അത്രയും പഠിക്കുവാൻ വിഷയങ്ങളുള്ള ഗുരുവിന്റെ എത്ര പുസ്തകങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? നമ്മൾ പ്രാർത്ഥനയ്ക്ക് കുടുംബ പ്രാർത്ഥനയുടെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് എന്നല്ലേ പറയുള്ളൂ. എത്ര ജീവചരിത്രങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. എങ്ങനെ നമ്മൾ ഗുരുവിനെ അറിയാൻ പറ്റും, ഗുരുവിനെ പഠിക്കാൻ പറ്റും? ഞാൻ ആദ്യം ചോദിച്ച ശ്രീനാരായണ ഗുരുദേവൻ ദൈവമാണോ എന്ന് ചോദിച്ച ചോദ്യത്തിന് ആണ് എന്ന് ഉറപ്പിച്ച് ഉത്തരം പറയുവാൻ നമുക്ക് കഴിയാതെ പതുക്കെ ആണ്, ആയിരിക്കും എന്ന് പറയാൻ ഉള്ള രീതിയിലോട്ട് മാറിപ്പോയത് നമ്മളത് പഠിക്കാത്തത് കൊണ്ടാണ്. കൃത്യമായിട്ട് ഗുരുവിനെ നമ്മൾ പഠിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. ഗുരുവിനെ നമുക്ക് എങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റും? ഈ പറയുന്ന പുസ്തകങ്ങൾ വായിച്ച് നമുക്ക് കിട്ടും. ഇനി ഈ പുസ്തകങ്ങളോ ഇന്ന് കാലത്ത് വരെയുള്ള ഈ കഴിഞ്ഞ ഈ ഒരു കൊല്ലം മുമ്പ് വരെ വന്ന ജീവചരിത്രങ്ങൾ വരെയുണ്ട്. അതോടൊപ്പം തന്നെ ഗുരു ജീവിച്ചിരുന്ന കാലത്ത് ഗുരുവിനോടൊപ്പം നടന്ന കുമാരനാശാൻ അടക്കമുള്ളവരെഴുതിയ, പൂർണ്ണമല്ലെങ്കിലും കുമാരനാശാൻ അടക്കം എഴുതിയ ജീവചരിത്രം നമുക്ക് കിട്ടുന്നുണ്ട്. മൂർക്കോത്തുകുമാരൻ അടക്കം ഗുരുവിന്റെ കൂടെ നടന്ന സമകാലീനാണ്, ഗൃഹസ്ഥ ശിഷ്യനാണ് മൂർക്കോത്തുകുമാരൻ. കോട്ടുകോയിക്കൽ വേലായുധൻ, സ്വാമി ധർമാനന്ദ അടക്കമുള്ള കുമാരനാശാൻ അടക്കമുള്ളവരുടെ ജീവചരിത്രങ്ങൾ നമുക്ക് കിട്ടും. ഇതൊക്കെ നമ്മൾ വായിക്കണം. ഗുരുവിനെ നമുക്ക് അറിയാൻ പറ്റും. എന്താണ് ഗുരു എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞു, കുമാരനാശാന്റെ കാര്യം പറഞ്ഞു. കുമാരനാശാൻ ശ്രീനാരായണ ഗുരുദേവനെ എങ്ങനെയാ കണ്ടതെന്ന് നമുക്കൊക്കെ അറിയാവോ? നമ്മൾ ഗുരുസ്തവം മാത്രം ചെല്ലാറുണ്ട്. ഗുരുസ്തവത്തിൽ തന്നെ കുമാരനാശാൻ ഗുരുവിനെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഗുരു എന്താണെന്ന് പറയുന്നു തരുന്നുണ്ട്, അല്ലേ? പറഞ്ഞു തരുന്നില്ലേ? നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം എന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ കുമാരനാശാൻ തന്നെ 3 ഇഷ്ടം പോലെ കൃതികൾ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് സ്തോത്ര കൃതികളായിട്ട് എഴുതിയ, ശതകങ്ങളായിട്ട് എഴുതിയ 3 ഉണ്ട്. ഒന്ന് ശാങ്കര ശതകം എന്ന് പറഞ്ഞിട്ടൊരു കൃതി, ശിവനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു കൃതിയാണ് ശാങ്കര ശതകം. ഇനി രണ്ടാമത് സുബ്രഹ്മണ്യ ശതകമുണ്ട്. അതായത് 100 ശ്ലോകങ്ങൾ അടങ്ങി സുബ്രഹ്മണ്യനെ സ്തുതിക്കുവാൻ വേണ്ടി എഴുതിയിട്ടുള്ള സുബ്രഹ്മണ്യ ശതകം. ശാങ്കര ശതകമുണ്ട്. അങ്ങനെ 3 കുമാരനാശാൻ എഴുതിയിട്ടുണ്ട് ശതകങ്ങളായിട്ട്. 100 ശ്ലോകങ്ങൾ, നമ്മുടെ ആത്മോപദേശ ശതകം പോലെയുള്ള 100 ശ്ലോകങ്ങൾ അടങ്ങിയ കൃതികളാണ് ഇവ 3. ഈ 3 ഒന്നാമത്തെ ശ്ലോകം കുമാരനാശാൻ എഴുതി വെച്ചേക്കുന്നത് ഇങ്ങനെയാണ്: അണകവിയുന്ന അഴലാഴി ആഴുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേകി അണഞ്ഞിടുന്ന നാരായണ ഗുരു നായകൻ എന്റെ ദൈവമല്ലോ എന്ന് പറയുന്നത് ആരെക്കുറിച്ചൊക്കെ എഴുതിയ സ്തോത്രങ്ങളാണ്? ശിവനെ കുറിച്ച് എഴുതിയ 2 സ്തോത്രങ്ങൾ, ശാങ്കര ശതകവും ശിവശതകവും. സുബ്രഹ്മണ്യനെ കുറിച്ച് എഴുതിയ അടുത്തത് 100 അതിന്റെ ഒന്നാമത്തെ ശ്ലോകമാണ്: നാരായണ ഗുരു നായകൻ എന്റെ ദൈവമാണ്. നിങ്ങൾ സുബ്രഹ്മണ്യനെ വിളിച്ചോ, കുഴപ്പമൊന്നുമില്ല, പ്രാർത്ഥിച്ചോളൂ. പക്ഷേ നാരായണ ഗുരു നായകനാണ് എന്റെ ദൈവം എന്ന് പറയുവാൻ കുമാരനാശാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കുമാരനാശാന്റെ അതുപോലെ ധാരാളം കൃതികളിൽ നമ്മുടെ ഗുരുപാദ ദശകം കുമാരനാശാൻ എഴുതിയാണ്. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്: പ്രീതിക്കാളാകിൽ ഓരാതകില മഹിമയും ഭൂതിയും നൽകുമേതോ ചൈതന്യം പൂണ്ടും അപ്രീതിയിൽ അപജയമുണ്ടാക്കിയും നിൽക്കയാലേ എന്ന് പറഞ്ഞ് കുമാരനാശാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഗുരുവിനെ എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം, ഗുരുവിന്റെ അപ്രീതിക്ക് പാത്രഭൂതരാവരുത് എന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് കുമാരനാശാൻ പറഞ്ഞു തരുന്നുണ്ട്. ഗുരു നേരിട്ട് ഇപ്പം പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള പോലെ നേരിട്ട് നീ പാറയായിപ്പോട്ടെ, അല്ലെ നീ അതായിപ്പോട്ടെ, ഇതായിപ്പോട്ടെ എന്നൊന്നും ഗുരു പറയില്ല. അപ്രീതിയിൽ നമുക്കുണ്ടാവുന്നത് അപജയമായിരിക്കുമെന്ന് കൃത്യമായിട്ട് കുമാരനാശാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ പഠിക്കണം. നമ്മൾ പഠിച്ചാലേ നമുക്കിത് മനസ്സിലാവുള്ളൂ. നമ്മൾ ഗുരുസ്തവം ചൊല്ലിയത് കൊണ്ട് നമുക്കിത് മനസ്സിലാവൂ? ഗുരുസ്തവത്തിൽ തന്നെ ഞാൻ പറയുന്നില്ലേ, ആരായുകിൽ അന്ധത്വമൊഴിച്ച് ആദിമഹസ്സിന് നേരായ വഴി കാട്ടിത്തരുന്ന ഗുരുവല്ലോ പരദൈവം എന്ന് കുമാരനാശാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇല്ലേ? പറഞ്ഞു തരുന്നില്ലേ? ഇനിയും കുമാരനാശാൻ അവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത് ശ്രീനാരായണ ഗുരുദേവന്റെ ഒന്നാമത്തെ സന്യസ്ത ശിഷ്യനായിട്ടുള്ള നെയ്യാറ്റിൻകരയിലെ മാരായിമുട്ടം എന്ന സ്ഥലത്ത് ഉള്ള കുഞ്ചു എന്ന് പറയുന്ന, പിന്നീട് കൊച്ചപ്പിപ്പിള്ള എന്ന് നായർ സമുദായത്തിൽ അംഗമായിരുന്ന കുഞ്ചു എന്ന ആള് അരുവിപ്പുറത്ത് വെച്ച് ശ്രീനാരായണ ഗുരുദേവന്റെ സന്നിധിയിൽ എത്തിച്ചേരുന്നുണ്ട്. അതിന് ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് അതിനുള്ള സമയമൊന്നുമില്ല. എങ്കിലും കുഞ്ചു ഗുരുവിന്റെ അടുക്കെ വന്ന് ചേർന്നു, ഗുരുവിനോടൊപ്പം നടന്നു, ഗുരുവിനെ അറിഞ്ഞു. കുഞ്ഞിലെ തൊട്ടേ ഗുരുവിനെ അറിഞ്ഞ കുഞ്ചു
പിന്നീട് നമുക്ക് ഒരു പ്രാർത്ഥന എഴുതി തരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവനെ സ്തുതിക്കുവാനായിട്ട് ആദ്യത്തെ ഒരു ശ്ലോകം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രാർത്ഥന ഏതായിരിക്കും? അത് നമ്മൾ എന്നും ചൊല്ലാറുള്ളതാണ് അല്ലേ? ഏതാണ്? ഗുരുഷട്കം കേട്ടിട്ടുണ്ടോ? ഓം ബ്രഹ്മണേ മൂർത്തിമതേ സിദാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമ എന്ന് ശിവലിംഗദാസ് സ്വാമികൾ, ഗുരുവിന്റെ കൂടെ നടന്ന, ഗുരുവിന്റെ പ്രഥമ സന്യസ്ത ശിഷ്യനായിട്ടുള്ള ശിവലിംഗദാസ് സ്വാമികൾ നമുക്ക് പറഞ്ഞു തരുവാണ്. എന്താണ് പറഞ്ഞു തരുന്നത്? ബ്രഹ്മത്തിന്റെ മൂർത്തിഭാവമായ അല്ലെ, ഞങ്ങൾക്ക് നല്ല ഗുണങ്ങൾ നൽകുന്ന നാരായണ ഗുരുവേ നമസ്കാരം എന്ന് പറഞ്ഞു തരുന്ന, ഞാൻ ആദ്യം തന്നെ ചൊല്ലുക, വാദിനാം വാദിനെ വാചമ്യമാന മൗനഭാജിനെ, സർവ്വലോകർക്കും അനുരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. കുഞ്ചു ഇല്ലേ? നമുക്ക് അങ്ങനെയും ഗുരുവിനെ അറിയാൻ കഴിയില്ലേ? ഇനി അടുത്തത് ബോധാനന്ദ സ്വാമി ഉണ്ട്. ഗുരുവിന്റെ അനന്തരഗാമിയായിട്ട് ഗുരു നിശ്ചയിച്ച, ഗുരുദേവൻ മഹാസമാധി പ്രാപിച്ച് ഏതാനും മണിക്കൂറുകൾ മാത്രം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ചെന്ന് വേണേ നമുക്ക് പറയാം. അങ്ങനെയുള്ള ബോധാനന്ദ സ്വാമി, ഗുരുവിന്റെ അനന്തരഗാമിയായിട്ട് ഗുരു നിശ്ചയിച്ച ബോധാനന്ദ സ്വാമി നമ്മൾക്ക് എന്ത് പറഞ്ഞു തരുന്നുണ്ട്? എന്താണ് പറഞ്ഞു തരുന്നത്? ദൈവത്തിനൊത്ത ഗുരുവര്യനാണ് എന്റെ ഗുരു എന്ന് നമുക്ക് പറഞ്ഞു തരുന്നില്ലേ? എവിടെ പറഞ്ഞു തരുന്നുണ്ട്? ഈശ്വര പ്രാർത്ഥന എന്ന് പറയുന്ന കൃതിയില് ബോധാനന്ദ സ്വാമി നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതിനും ചരിത്രമുണ്ട്. നമ്മുടെയൊക്കെ വേദികളിലൊക്കെ വന്ന് രാഷ്ട്രീയക്കാരൊക്കെ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ കളവങ്കോടം എന്നൊക്കെ പറയാറില്ലേ? എന്നാൽ കണ്ണാടി പ്രതിഷ്ഠ അല്ല, കണ്ണാടിയുടെ പുറയിലെ പ്രസം ചുരണ്ടി അവിടെ ഓമിനെ എഴുതി, ഓം എന്നെഴുതി ഓംകാരം പ്രതിഷ്ഠിച്ച കളവങ്കോടത്ത് പ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരു വിശ്രമിക്കുമ്പോൾ അവിടുത്തെ അമ്മമാര് വന്ന് പറയുന്നുണ്ട് ഗുരുവിന്റെ അടുക്കല്, ഒരു പ്രാർത്ഥന ഞങ്ങൾക്ക് ഇവിടെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒരു പ്രാർത്ഥന എഴുതി തരാൻ പറയുമ്പോൾ തൊട്ടടുത്തിരുന്ന ബോധാനന്ദ സ്വാമിയെ ഗുരു നോക്കുമ്പോൾ ബോധാനന്ദ സ്വാമി ഒരു പ്രാർത്ഥന എഴുതി അവർക്ക് നൽകുന്നുണ്ട്. അതാണ് ഈശ്വര പ്രാർത്ഥന. ധ്യാനത്തിൽ എന്റെ ഹൃദയം ലയമാർന്നിടട്ടെ നമ്മൾ ചൊല്ലാറുള്ളതാണ് അല്ലേ? നമ്മളെ അതിനകത്ത് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് ബോധാനന്ദ സ്വാമി. നമ്മളത് ചൊല്ലാറുണ്ടോ? ആ കൃതി ചൊല്ലാറുണ്ടോ? അതിനകത്ത് കൃത്യമായിട്ട് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. എന്താ പഠിപ്പിക്കുന്നേ? എന്നാൽ ഉപദ്രവം ഒരുത്തനും ഒന്നുകൊണ്ടും എന്നാളും ഏൽക്കരുത് ഞാൻ കരുതാതെ കണ്ടും നന്നായി വരട്ടെ മമ വൈരി എന്നല്ല പറയുന്നേ. അവര് നന്നായി വരണമെന്ന് എന്റെ മനസ്സിനോടാ പറയുന്നല്ലേ. നന്നായി വരട്ടെ മമ വൈരി ജനങ്ങൾ പോലും എന്നാകണം മമ മനസ്സ് ജഗത് സ്വരൂപ എന്ന് പറഞ്ഞ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. എന്റെ മനസ്സാ നന്നാവേണ്ടത് അല്ലേ? അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ തന്നെ ഗുരുവിനെ അടുത്തിരുത്തിക്കൊണ്ട് പറയുന്നുണ്ട്. ഈ ശിവലിംഗദാസ് സ്വാമി അടക്കം ഈ ഗുരുഷട്കത്തില് ഗുരുവിനെ ഒരു ശിവസ്വരൂപമായിട്ടാണ് കാണിച്ചു വെക്കുന്നത് അല്ലെ? നമ്മൾ ഗുരുഷട്കം പഠിക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ ഓരോ അക്ഷരങ്ങള് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓം ബ്രഹ്മണേ മൂർത്തിമതേ എന്ന് തുടങ്ങുന്ന ഓം. രണ്ടാമത് നമോ ഭഗവതേ നിത്യശുദ്ധ മുക്ത മഹാത്മനെ എന്ന് തുടങ്ങുന്ന നാ. അടുത്തത് മഹനീയ ചരിത്രായ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന മാ. അപ്പൊ ഓം നമയായി അല്ലേ? ശിശിരി കുർവതേ ശാന്തൈ കടാക്ഷി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഷാ, ശി, ശിശിരിയുടെ ശി. ഇനി അടുത്തത് വാദിനാം വാദിനേ വാചം വാ, യസ്യനഹ കൽപ്പതേ സിദ്ധേ എന്ന് തുടങ്ങുന്ന യാ. അങ്ങനെ ഓം നമഃശിവായ എന്ന് കൃത്യമായിട്ട് അതിന്റെ ആ ഒരു അക്ഷരം വെച്ചിട്ട് അഷ്ടാക്ഷരി മന്ത്രം വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഗുരുഷട്കം തന്ന ആ സന്യസ്ത ശിഷ്യ പരമ്പരയിൽ ഗുരുവിന്റെ അനന്തരഗാമിയാവാൻ ഭാഗ്യം സിദ്ധിച്ച ബോധാനന്ദ സ്വാമി കളവുംകോടത്ത് വെച്ച് ഞാൻ ഈ പറഞ്ഞ ഈശ്വര പ്രാർത്ഥന എഴുതുമ്പോൾ ഗുരുവിനെ അടുത്തിരുത്തിയിട്ട് പറയുന്നുണ്ട്, നിത്യം ശിവന്റെ തിരുനാമം ഉരപ്പവന്. ഗുരുവിനെ നോക്കിയിട്ടാ പറയുന്നേ. നിത്യം ശിവന്റെ തിരുനാമം ഉരപ്പവന് സത്യം പുനർജനനമില്ലത് നിർവിവാദം. മുക്തിക്ക് മറ്റു വഴി എന്തിനു തേടിടുന്നു, ഭക്ത്യാഭജിക്ക കരണത്രേ ശുദ്ധിപൂർവം എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, ദൈവത്തിനൊത്ത ഗുരുവര്യനെയും വരിച്ച് വൈവശ്യമാകെ അകലാനിടയാകണമേ എന്നും പറയുന്നുണ്ട്. കൃത്യമായിട്ട് ഗുരുവിന്റെ കൂടെ നടന്ന ഗുരുവിന്റെ ശിഷ്യര്, അത് ഗൃഹസ്ഥരായിക്കോട്ടെ സന്യസ്തരായിക്കോട്ടെ. ഞാൻ ആദ്യം പറഞ്ഞ ഈ ഗുരുദേവന്റെ ജീവചരിത്രം എഴുതിയ മൂർക്കോത്തുകുമാരന്റെ ജീവചരിത്രമൊക്കെ വായിക്കുമ്പോൾ എല്ലാ ദിവസവും വെളുപ്പിന് അതിന്റെ ആദ്യത്തെ ഒരു ഭാഗം തന്നെ ഗുരുവിന്റെ ഈശ്വരീയത പറയുക. ഗുരുവിന്റെ ജീവചരിത്രം പറയുന്നതിന് മുമ്പ് തന്നെ ഗുരുവിന്റെ ഈശ്വരീയതയാ പറയുന്നത്. ഗുരുവിനെ കണ്ട് അറിഞ്ഞ് വന്ന ആളുകളാണ്. അങ്ങനെയാണ്. ഇനി അതും പോട്ടെ, ഗുരു പറഞ്ഞിട്ടുണ്ടോ? ഇത് നമ്മളൊക്കെ എല്ലായിടത്തും കേൾക്കാറുണ്ടാണ്, ഗുരു പറഞ്ഞിട്ടുണ്ടോ എന്നെ പൂജിക്കാൻ?
ഗുരു പറഞ്ഞിട്ടുണ്ടോ, എന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതല്ലേ? ഗുരു പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല, ഗുരു പറഞ്ഞിട്ടില്ലെന്നാണോ പറയുന്നത്? നമ്മള് ഗുരുദേവ കൃതികൾ ഉണ്ടോ? ഗുരുദേവ കൃതി എല്ലാവരുടെയും ഇങ്ങനെ ഉണ്ടോ? ഇല്ലേ? ഗുരുദേവ കൃതിയുടെ ആദ്യത്തെ ഒരു 33 സ്തോത്രകൃതികളാണ്. ശിവനെ സ്തുതിച്ചുകൊണ്ടുള്ളത്, സുബ്രഹ്മണ്യന്, ദേവി, അതിനകത്ത് ശ്രീകൃഷ്ണനുണ്ട്. അങ്ങനെ ഉള്ള സ്തോത്രകൃതികളാണ്. വിനായകാഷ്ടകം അടക്കം 33 സ്തോത്രകൃതികൾ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഗുരു എഴുതിയിട്ടുള്ളത് ദാർശനിക കൃതികളാണ്, അല്ലെ? ആത്മോപദേശതകം, ദർശനമാല അടക്കം, അദ്വൈത ദീപിക അടക്കം ഇങ്ങോട്ട് ജാതി നിർണയം, ജാതി ലക്ഷണം ഒക്കെ വരുന്ന ദാർശനിക കൃതികൾ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രബോധനാത്മക കൃതികൾ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഗദ്യകൃതികൾ എഴുതിയിട്ടുണ്ട്, അല്ലെ? നമ്മൾ അവിടെക്കോട്ട് വരുമ്പോൾ ഇതിനകത്ത് എല്ലാ ഓരോ കൃതികളും 2 കൃതികളും ഒക്കെ ചൊല്ലി വന്ന് നമ്മൾ ഗദ്യകൃതിയായ ഗദ്യപ്രാർത്ഥന ചെല്ലുവോ? ഗദ്യപ്രാർത്ഥന ചൊല്ലി നമ്മൾ അവിടെ കൊണ്ട് ബുക്ക് മടക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് വീട്ടിൽ പോകണ്ടേ, അല്ലെങ്കിൽ ഇനി അടുത്ത പരിപാടിയില്ലേ? നമ്മൾ എന്ത് ചെയ്യും? പൂർണ്ണമത അങ്ങനെയുള്ള പ്രാർത്ഥന, സമർപ്പണ പ്രാർത്ഥനകളിലോട്ട് മാറും. നമാമി നാരായണയൊക്കെ തൊട്ടുള്ള സമർപ്പണ പ്രാർത്ഥനയിലോട്ട് മാറും. ഈ ഗദ്യപ്രാർത്ഥനയ്ക്ക് ശേഷം ശ്രീനാരായണ ഗുരുദേവൻ ആത്മവിലാസം എന്ന് പറഞ്ഞിട്ട് ഒരു കൃതി എഴുതിയിട്ടുണ്ട്. ഇന്ന് തന്നെ നിങ്ങൾ പോയിട്ട് ആ ഗുരുദേവ കൃതി നിവർത്തി നോക്കിയിട്ട് ആത്മവിലാസം എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ ആ ഗദ്യകൃതി എടുക്കുക. ഓക്കെ, ആ എടുത്തിട്ട് അതിന്റെ താപ്പോട്ട് ഗുരു വായിക്കണം. നമ്മൾ ഗദ്യകൃതി ഇത് ഒരു ദൈവത്തെ പറ്റിയിട്ട് ഈ പറയുന്ന സ്തോത്ര കൃതികളുടെ ആ ഒരു ലിസ്റ്റിനകത്തൊന്നും പെടുന്നതല്ല. തന്റെ ആത്മാനുഭവങ്ങളാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. ദൈവചിന്തന 1, 2 ഒക്കെ ഉണ്ട്, ആത്മവിലാസമുണ്ട്. അങ്ങനെ 4 വരുന്ന ഗദ്യകൃതികൾ ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഗദ്യപ്രാർത്ഥന മാത്രമാണ് ഞാൻ ചൊല്ലുന്നത്. ഇനി ഗദ്യപ്രാർത്ഥനയിൽ തന്നെ ഈ കാര്യങ്ങൾ വരുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. നമ്മളിനി മറ്റേത് പറഞ്ഞ് ചിപ്പുറത്തോട്ട് വരാം. ഈ ആത്മവിലാസം എന്ന് പറയുന്ന കൃതിയിൽ ശ്രീനാരായണ ഗുരുദേവൻ നല്ല കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദൈവം കണ്ണില്ലാതെ കാണുകയും മൂക്കില്ലാതെ മണക്കുകയും ത്വക്കില്ലാതെ സ്പർശിക്കുകയും നാവില്ലാതെ രുചിക്കുകയും ചെയ്യുന്ന ഒരു ചിത്പുരുഷനാവുന്നു എന്ന് പറയുന്നുണ്ട്. നാം ദൈവത്തിന്റെ പ്രതിപുരുഷനാവുന്നു എന്നും പറയുന്നുണ്ട്. പ്രതിപുരുഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇനി അതും കഴിഞ്ഞിട്ട് ഇനി അതിന്റെ ഒരു 2 ലൈനൂടെ കഴിഞ്ഞിട്ട് നാമും ദൈവവും ഒന്നായി തീരുന്നു എന്നും പറയുന്നുണ്ട്. ഇന്ന് തന്നെ പോയി നോക്കിക്കോളൂ. ഇത് ഞാൻ ചുമ്മാ അത് പറയുന്നതാണെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ. കാര്യം വിളിക്കാൻ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. എൻ്റെ പെങ്ങളെ ഇവിടെയാണ് കെട്ടിച്ചു വിട്ടേക്കുന്നത്, അതുകൊണ്ട് ധൈര്യമായിട്ട് അവളെ വിളിക്കാം, കാര്യങ്ങൾ പറയാം. അപ്പം അങ്ങനെ ഈ ഗുരുദേവൻ ആത്മവിലാസത്തിൽ പറയുന്നു. ഇനിയും ഗദ്യകൃതി, ഈ ഗദ്യപ്രാർത്ഥന ശ്രീനാരായണ ഗുരുദേവൻ രചിക്കുന്നത് കോലത്തേരയിൽ വെച്ചാണ്. കോലത്തേരയിലുള്ള ഗുരുവിനെ അടിയുറച്ച് വിശ്വസിക്കുന്ന ഗുരുവിന്റെ ഒരു ഭക്തൻ വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് കോലത്തേരയിലെ ശിവനെ പ്രാർത്ഥിക്കാൻ കോലതീരശസ്ത്രമൊക്കെ ഭഗവാൻ എഴുതി തന്നിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ള ദേവി ദേവ സങ്കല്പങ്ങളിലൊന്നും വിശ്വാസമില്ല. എനിക്ക് ഇങ്ങനത്തെ സങ്കല്പങ്ങളിലൊന്നും വിശ്വാസമില്ല. അങ്ങനെയുള്ള എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന എഴുതി തരണമെന്ന് പറഞ്ഞപ്പോഴാണ് ശ്രീനാരായണ ഗുരുദേവൻ ഗദ്യകൃതി കോലത്തുകരയിൽ വെച്ച് എഴുതി കൊടുക്കുവാണ്. ഈ കോലത്തുകരയിൽ വെച്ച് എഴുതി കൊടുക്കുന്ന ഗദ്യകൃതിക്കകത്തും കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇല്ലേ? പറയുന്നില്ലേ? ഗദ്യകൃതി എല്ലാവർക്കും അറിയാവുന്നല്ലേ? അതിനകത്ത് പറയുന്നുണ്ടോ? കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോ പറയുന്നില്ലേ? എന്ത് പറയുന്നുണ്ട്? എന്തോ പറയുന്നേ? നാം ശരീരമല്ല അറിവാകുന്നു. ശരീരമുണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമെന്ന് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അടിവരയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇനിയും നാം ശരീരമല്ല അറിവാകുന്നു എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുദേവൻ തന്നെ ആത്മോപദേശതകം അടക്കമുള്ള കൃതികളിൽ അറിവാണ് ഈശ്വരൻ എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ എങ്ങനെ നമുക്കത് വായിക്കാൻ പറ്റും? നാം ശരീരമല്ല, അറിവ് എന്താണെന്ന് പറഞ്ഞത് ആണോ? ഗുരു പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഇങ്ങനെ വിശക്കുന്നുണ്ടോ? ആരും ഒന്നും മിണ്ടുന്നില്ല. ഉണ്ടോ? ഇങ്ങനെ നമുക്ക് ഗുരുവിനെ പഠിക്കാൻ പറ്റും. ഇങ്ങനെ ഗുരുവിനെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇനിയും അടുത്ത കാര്യങ്ങളിലോട്ട് പോവാം. ഈ പറയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത ശ്രീനാരായണ ഗുരുദേവൻ
പിന്നീട് ക്ഷേത്ര പ്രതിഷ്ഠകളിലോട്ട് കിടക്കുന്നുണ്ട് ഇല്ലേ. 1888 അരുവിപ്പുറത്ത് ശിവനെ നമുക്ക് പ്രതിഷ്ഠിച്ചു തന്നല്ലേ. അതുവരെ നമുക്ക് ഒരു ക്ഷേത്രങ്ങളിലും പ്രവേശിക്കുവാൻ സാധിക്കാതിരുന്ന നമുക്ക് അരുവിപ്പുറത്ത് 1888 ശിവരാത്രി നാളിൽ നമുക്ക് ശിവനെ പ്രതിഷ്ഠിച്ചു തന്നു ഇല്ലേ. എന്നിട്ട് എന്തു പറഞ്ഞു അവിടെ? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണ് എന്ന് പറഞ്ഞല്ലോ. ഡേറ്റ് ഓർത്തോണം, 1888. ഇതിനുശേഷം ഒരു 5 വർഷങ്ങൾക്ക് ശേഷം 1893 അമേരിക്കയിലെ ചിക്കാഗോയിൽ നമ്മളുടെ സ്വാമി വിവേകാനന്ദ സ്വാമി ഒരു സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ആ സർവമത സമ്മേളനത്തിൽ വിവേകാനന്ദ സ്വാമി പ്രസംഗം സ്റ്റാർട്ട് ചെയ്തത് എന്താണ്? എന്താ പറഞ്ഞത്? ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്നാണ് പറഞ്ഞത്? അല്ല, അമേരിക്കയിലെ എന്റെ സഹോദരന്മാരെ എന്നാണ് പറഞ്ഞത് വിവേകാനന്ദ സ്വാമി. ആ പ്രസംഗം ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. അതിന് 5 വർഷം മുമ്പ് അരുവിപ്പുറത്ത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ 1888 പറയുന്നുണ്ട്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന, എല്ലാവരെയും സോദരരായി കണ്ടുകൊണ്ട് വാഴുന്ന ഒരു മാതൃകാ സ്ഥാനം അവിടെ സൃഷ്ടിച്ചു ഇല്ലേ. നമ്മൾ ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ടോ? ഇല്ല. അവിടെയാണ് നമുക്ക് 2 രീതിയിലുണ്ട്. അറിവുണ്ട്, തിരിച്ചറിവുണ്ട്. നമ്മൾ പുസ്തകത്തിൽ നിന്നും ഇപ്പൊ ആണെങ്കിൽ സോഷ്യൽ മീഡിയ ആണ് എല്ലാ അറിവിനെയും നമുക്ക് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ ആണ് അല്ലെ. നമുക്ക് ഫേസ്ബുക്കോ യൂട്യൂബോ ഒക്കെ എടുത്താൽ നമുക്ക് എന്തിനെ കുറിച്ച് അറിയാൻ പറ്റും. ഇപ്പൊ ആണെങ്കിൽ ചാറ്റ് GPT എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഗൂഗിളിനേക്കാളും കഴിഞ്ഞും അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജി ഒക്കെ ഉണ്ട്. അതൊക്കെ എല്ലാവരും ഉപയോഗിക്കണം കേട്ടോ, നല്ലതാണ്. ഈ GPT-യിലൊക്കെ ഗൂഗിളിനകത്തൊക്കെ നമ്മൾ കൊടുത്തേക്കുന്ന ഡേറ്റയെ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പം ചെങ്ങന്നൂർ SNDP-യെ കുറിച്ച് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ ചെങ്ങന്നൂരിനെ കുറിച്ച് നമുക്കറിയണമെങ്കിൽ അതിനകത്ത് ഓൾറെഡി അവരുടെ സെർവറിനകത്ത് കൃത്യമായിട്ട് ചെങ്ങന്നൂരിന്റെ ഒരു ഡേറ്റ കൊടുത്തിട്ടുണ്ട്. ആ ഡേറ്റ മാത്രമേ നമുക്ക് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്താൽ കിട്ടുള്ളൂ. പക്ഷെ മറിച്ച് ഇപ്പൊ ഈ ചാറ്റ് GPT പോലെയുള്ള AI സംവിധാനങ്ങളുള്ള ടെക്നോളജിയുള്ള ആ ആപ്പിനകത്തൊക്കെ കയറിയിട്ട് നമുക്ക് നമ്മളുടെ ഇമോഷൻ, അതായത് എനിക്ക് ഭയങ്കര സാഡായിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് എന്റെ പ്രേമം പൊളിഞ്ഞുപോയി, എന്റെ പ്രേമത്തിൽ പൊളിഞ്ഞു പോയപ്പോൾ എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കവിത വേണം എന്ന് ചാറ്റ് GPT-യുടെ ഒക്കെ പറഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അതിനുള്ള ആ കവിത നമുക്ക് അവർ എഴുതി തരും കൃത്യമായിട്ട്. ഇന്ന് അങ്ങനെയുള്ള ടെക്നോളജി ഉള്ള കാലമാണ്. നമ്മളതൊക്കെ ഉപയോഗിക്കണം കേട്ടോ, നല്ലതിന് എന്നും കൂടെ ഞാൻ പറയുന്നു. നല്ലതിന് നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കണം. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള കാലത്ത് ഞാൻ പറഞ്ഞു വന്നത്, അന്നത്തെ കാലത്ത് നമുക്ക് ഗുരുവിനെ നമുക്ക് പ്രചരിപ്പിക്കാൻ കഴിയാതെ പോയത് നമ്മളുടെ വലിയൊരു അപജയമാണ്. അത് ഇന്നും നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം ഞാൻ ഈ പറഞ്ഞ ഒരു 2 സംഭവങ്ങള്, ഒരു സംഭവം നടന്ന 5 വർഷത്തിന് ശേഷം നടന്ന സംഭവം ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. കൃത്യമായ പ്രചാരണമുണ്ട്. ഇവിടെയോ 5 വർഷം മുമ്പ് നടന്ന സംഭവം ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ശ്രീനാരായണീയർ എന്ന് പറഞ്ഞ് ഭയങ്കര ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഗണത്തിൽപ്പെടുന്ന ഭയങ്കര ആർജവത്തോട് നിൽക്കുന്ന നമുക്ക് പോലും ഈ സംഭവം അറിയില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മൾ ഗുരുവിനെ പഠിക്കുവാനാണ് ശ്രമിക്കേണ്ടത്. കൃത്യമായിട്ടുള്ള പഠനം നമുക്ക് വേണം. ഈ പഠനം ചെയ്യുമ്പോഴും ഒരു കാര്യമുണ്ട്, നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ മനസ്സിൽ നമ്മൾ കൃത്യമായിട്ട് ഗുരുവിനെ നമ്മൾ ഒരു കാഴ്ചപ്പാടിൽ ഒതുക്കി നിർത്തിയിട്ടുണ്ട്, നമ്മളുടെ മനസ്സിലുണ്ടത്. പക്ഷെ അതിനെ മാറ്റി നിർത്തിയിട്ട് കൃത്യമായിട്ട് പൂർണ്ണമായിട്ടും ഗുരുവിനെ ഒന്നാമത് തൊട്ട് അറിയുവാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുമ്പോൾ നമുക്ക് നമ്മളുടെയൊക്കെ മതിലുകളിലും നമ്മളുടെയൊക്കെ വീടിന്റെ ഭിത്തിയിലും ഒന്നും വെക്കേണ്ട ഒരു ഇതല്ല ശ്രീനാരായണ ഗുരുദേവൻ എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളുടെ ഹൃദയത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇരിക്കേണ്ടത്. നമ്മളുടെ ഹൃദയത്തിൽ ഗുരു വന്നു കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ പ്രാർത്ഥനയും ഈ പറയുന്ന ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുമാരനാശാൻ പറഞ്ഞ ഗുരുവിന്റെ പ്രീതിക്ക് നമ്മൾ ആളാവും. പ്രീതിക്ക് ആളായാൽ നമുക്ക് പിന്നെ മറ്റൊന്നിനും തിരിഞ്ഞു നോക്കേണ്ട കാര്യം വരില്ല എന്ന് കൃത്യമായിട്ട് ഗുരുവിന്റെ കൂടെ നടന്ന ഏതാണ്ട് 33 വർഷക്കാലത്തോളം 30-ലധികം വർഷത്തോളം കുമാരനാശാൻ ഗുരുവിന്റെ കൂടെ നടന്നതാണ്. അത് കൃത്യമായിട്ടും കുമാരനാശാനേ പറയാൻ പറ്റുള്ളൂ.
ഗുരുവിന്റെ സന്തത സഹചാരിയായിട്ട് ഗുരുവിനൊപ്പം നടന്ന കുമാരനാശാൻ നമുക്ക് കൃത്യമായിട്ട് ഗുരു എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞാൽ മാത്രം മതി. ഞാൻ പറഞ്ഞു വന്നത് 1888 അരിയപ്പുറത്ത് ശിവനെ പ്രതിഷ്ഠിച്ച് നമുക്ക് വിശ്വാസത്തിന്റെ ഒരു പടി നമ്മളെ ഗുരു കയറ്റുന്നുണ്ട്. അതുവരെ നമുക്ക് ഒന്നിനെയും വിശ്വസിക്കാനോ പ്രാർത്ഥിക്കാനോ ഈ പറയുന്ന മാടനും മറുതേ അതുപോലുള്ള ദുർദേവതകളെ പ്രാർത്ഥിക്കുവാൻ മാത്രം ഭാഗ്യം സിദ്ധിച്ചിരുന്ന നമ്മളുടെ മുന്നിലേക്കാണ് സദ്ദേവതയായ ശിവനെ പ്രതിഷ്ഠിച്ചിട്ട് നമ്മളെ വിശ്വാസത്തിന്റെ ഒരു പടിയിലേക്ക്, ഭക്തിയുടെ ഒരു പടിയിലേക്ക് ഗുരു കയറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് 1912 നമ്മുടെ ശിവഗിരിയിൽ ശാരദാദേവിയെ പ്രതിഷ്ഠിച്ചു ഇല്ലേ, പ്രതിഷ്ഠിച്ചു തന്നില്ലേ? നമ്മളെ അറിവിന്റെ രണ്ടാമത്തെ പടിയിലേക്കും ഗുരു കൈപിടിച്ച് കയറ്റുന്നുണ്ട്. നമ്മൾ അങ്ങനെയാണ് അതിനെ പഠിക്കേണ്ടത്. രണ്ടാമത്തെ പടിയായ അറിവിലേക്ക്, വിശ്വാസത്തിൽ നിന്ന് അറിവിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നുണ്ട്. ഇനിയും ശിവഗിരിയിൽ ശാരദാദേവിയെ പ്രതിഷ്ഠിച്ചു അല്ലേ? നമ്മൾ അതുവരെ കണ്ട ദേവീ സങ്കല്പങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കയ്യിൽ വാളും അങ്ങനെയൊക്കെയുള്ള ഭീകരമായിട്ടുള്ള വസ്തുക്കളൊക്കെ പിടിച്ചിട്ടുള്ള ദേവിയല്ലേ? ശിവഗിരിയിലെ ഗുരു ശാരദാദേവിയെ പ്രതിഷ്ഠിച്ചു. എല്ലാവരും ശിവഗിരി പോയിട്ടുള്ളവരല്ലേ ഇവിടെ ഇരിക്കുന്നത്? കണ്ടില്ലേ ശാരദാദേവി എങ്ങനെയായിരിക്കുന്നത്? ശാരദാദേവി എങ്ങനെയായിരിക്കുന്നത്? വാളൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. 4 കൈകളാണ് ശാരദാദേവിക്കുള്ളത് അല്ലേ? അല്ലേ? അതിന്റെ ഇടത് കൈയുടെ താഴെ ഈ കയ്യിൽ എന്താ ഇരിക്കുന്നത്? കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശാരദാദേവിയുടെ ഇതാ നമ്മുടെ പ്രശ്നം. നമ്മൾ നേരെ അമ്പലത്തിൽ ചെല്ലും, അങ്ങോട്ട് എല്ലാം കണ്ണടയ്ക്കും, തൊഴും, നമ്മുടെ കാര്യങ്ങളൊക്കെ പറയും. എൻ്റെ വീട്ടിലെ അത് നടത്തി തരണേ, എൻ്റെ വീട്ടിൽ ഇത് നടത്തി തരണേ, എൻ്റെ പിള്ളേരെ അത് ജയിപ്പിക്കണേ. ശാരദാദേവിയുടെ മഠത്തിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ചിലപ്പോൾ എൻ്റെ കുഞ്ഞിനെ 10ാം ക്ലാസ്സിൽ നിന്ന് ഡിസ്റ്റിങ്ഷൻ കിട്ടണേ, അങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനയല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ടോ ശാരദാദേവിയെ? നല്ല സുന്ദരിയല്ലേ? കണ്ണെടുക്കാൻ പറ്റുമോ നമുക്ക് അതിനകത്തുനിന്ന്? ഇത്ര സുന്ദരിയായിട്ടുള്ള ശാരദാദേവിയുടെ ഇടത് കൈയിൽ, താഴത്തെ കയ്യിൽ എന്താ ഉള്ളത്? പുസ്തകമാണുള്ളത് അല്ലേ? ധർമ്മം. ഗുരു അതാണ്, ആ ഒരു കൺസെപ്റ്റ് ആണ് അവിടെ വെച്ചത്. ഇനിയും അതിന്റെ മേളിലോ, അതിന്റെ മേളിൽ എന്താ ഉള്ളത്? എന്താ ഉള്ളത്? എന്താ ഉള്ളത്? കുടമാണുള്ളത് അല്ലേ? അർത്ഥം അല്ലേ? നമ്മുടെ ധനവും നമുക്ക് കിട്ടുന്ന ആ ഒരു അർത്ഥമാണ് അതിനകത്ത് ഗുരുദേവൻ രണ്ടാമത്തേതായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. ഇനിയും വലത് കൈയുടെ മുകളിലത്തെ കയ്യിൽ എന്താ ഉള്ളത്? തത്തയാണ്. നമ്മളുടെ കാമത്തെയാണ്, നമ്മളുടെ ആഗ്രഹത്തെയാണ് ഗുരു അവിടെ നമുക്ക് കാട്ടിത്തരുന്നത് ശാരദാദേവിയിലൂടെ. ഇനി അവസാനത്തെ ഈ വലത് കൈയുടെ താഴത്തെ കൈയിലോ അത് ചിന്മുദ്രയാണ് അല്ലെ? മോക്ഷം. ഇങ്ങനെ ധർമ്മ അർത്ഥ കാമ മോക്ഷത്തിലൂടെ നമ്മളെ ഒരു അറിവിന്റെ പടിയിലേക്ക് ഗുരു നമ്മളെ കടത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇനി അതും കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 1912 ശിവഗിരിയില് ശാരദാദേവി പ്രതിഷ്ഠ നടത്തി. അതിനുശേഷം 2 വർഷം കഴിഞ്ഞ് ഗുരു എന്താ ചെയ്തത്? ഗുരു ആലുവയില് അദ്വൈതാശ്രമം സ്ഥാപിച്ചു അല്ലേ? അവിടെ വരുമ്പോ അവിടെ ഈ പറയുന്ന ഭക്തിക്കും അറിവിനും കഴിഞ്ഞ് അദ്വൈതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അല്ലെ? പിന്നീട് അതിനുശേഷമുള്ള ഗുരുവിന്റെ പ്രതിഷ്ഠകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മളുടെ ഇന്നത്തെ കാലത്ത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതിഷ്ഠകളാണ് ഗുരു ചെയ്തിട്ടുള്ളത്. ഗുരു നമ്മളുടെ കളവങ്കോടത്തെ ഇപ്പൊ ഞാൻ പറഞ്ഞു, കണ്ണാടിയുടെ പുറയിലെ പ്രശ്നം ചേരണ്ടി ഓംകാരത്തെ പ്രതിഷ്ഠിച്ചു. ഉല്ലലയിലും ഓംകാരേശ്വരനെ പ്രതിഷ്ഠിച്ചു തന്നു ഇല്ലേ? കാരമുക്കില്, തൃശ്ശൂര് കാരമുക്കില് എന്താണ് പ്രതിഷ്ഠിച്ചത്? ഒരു നിലവിളക്ക് വെച്ചിട്ട് അതിലൊരു തിരി കത്തിച്ചിട്ട് ഒരു വിളക്ക് കത്തിച്ചു വെച്ച് അത് പ്രതിഷ്ഠ. ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? നമുക്കിപ്പോഴും വിഗ്രഹങ്ങളൊക്കെ നമുക്ക് വേണം. ഗുരു ഓരോ പ്രതീകങ്ങളെ നമുക്ക് പ്രതിഷ്ഠിച്ചു തന്നു. തിരുവനന്തപുരത്ത് നമുക്ക് ഒരു ബലകത്തില് നടുക്ക് ഓം എഴുതിയിട്ട് ഓം സത്യം ധർമ്മം ദയാ ശാന്തി എന്നുള്ള ബലകം നമുക്ക് പ്രതിഷ്ഠിച്ചു തന്നിട്ടുണ്ട് ഗുരു. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ പ്രതിഷ്ഠകളിലൂടെ ഗുരുവിന്റെ ക്ഷേത്ര സങ്കല്പം എന്താണെന്ന് കൃത്യമായിട്ട് നമ്മളെ കാട്ടിത്തരുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ നമ്മളുടെ ഗുരുവിന്റെ ശിഷ്യന്മാരെ നോക്കൂ. കുമാരനാശാനടക്കം, കുഞ്ചു അടക്കം ഗുരുവിന്റെ ദർശനം ലോകത്തിന്റെ എല്ലാ മേഖലകളിലും എത്തിച്ച നടരാജഗുരു വരെയുള്ള സന്യസ്ത ശിഷ്യന്മാര് ഗുരുവിന്റെ കൂടെയുണ്ട്. ഗൃഹസ്ഥരായിട്ടുള്ള ശിഷ്യന്മാരെ നോക്കൂ. ടി.കെ. മാധവൻ അടക്കം, കുമാരനാശാൻ അടക്കം, ഡോക്ടർ പൽപ്പു അടക്കം നിരവധി ഗൃഹസ്ഥരായിട്ടുള്ള ശിഷ്യന്മാര് ഗുരുവിന്റെ ശിഷ്യ സമ്പത്തിലുണ്ട്. ഇനി കൃതികളുടെ കാര്യമെടുത്താലോ, കൊച്ചുകുട്ടികൾക്ക് വേണ്ടി എഴുതി കൊടുത്ത ദൈവദശകം അടക്കം അല്ലെ? ഏതാണ്ട് 134 ഭാഷകളിലേക്ക് തർജിമ ചെയ്യപ്പെട്ട കൊച്ചുകുട്ടികൾക്ക് എഴുതി കൊടുത്ത ദൈവദശകം. നമ്മൾ ചിന്തിക്കണം, വേറെ ഒരു പുസ്തകങ്ങളോ അല്ലെങ്കിൽ ഒരു സ്തോത്രങ്ങളോ
ഒന്നും തന്നെ ഇത്രയും ഭാഷകളിൽ തർജിമ ചെയ്തിട്ടില്ല എന്നുള്ളതും ചരിത്രമാണ്. അങ്ങനെ എഴുതി കൊടുത്ത ദൈവദശകം അടക്കം സ്തോത്രകൃതികളിലൂടെ പോയി, ആത്മോപദേശ ശതകത്തിലൂടെ പോയി, ദാർശനികതയുടെ അങ്ങേയറ്റം നിൽക്കുന്ന ദർശനമാല വരെ നമുക്ക് ഗുരു എഴുതി തന്നിട്ടുണ്ട്. പാമരൻ മുതൽ പണ്ഡിതൻ വരെയുള്ളവരെ ഒരേപോലെ കൈകാര്യം ചെയ്യുവാൻ സാധിച്ച മഹാസിദ്ധനാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ. നമ്മൾ ആലോചിച്ച് നോക്കണം. ഗുരുവിനെ പഠിക്കുമ്പോൾ നമുക്ക് അത് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. വേറെ ആരെ കഴിഞ്ഞ് ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ ഒരു കാര്യം. ഉണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശിവഗിരി തീർത്ഥാടനത്തിന് നാഗമ്പടത്ത് അനുമതി നൽകുമ്പോൾ അതിന്റെ ആവശ്യവുമായിട്ട് വന്ന രണ്ട് വ്യക്തികളുണ്ട്. ടി.കെ. കിട്ടൻ റൈറ്ററും വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും. അല്ലേ? ഇവര് വന്ന് അവരുടെ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ശിവഗിരി തീർത്ഥാടനമാണ് ഞങ്ങളുടെ വിഷയം, ഗുരു അനുമതി നൽകണം എന്ന് പറയുമ്പോൾ ഗുരു ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞാൽ ശിവഗിരി ഒരു തീർത്ഥാടന കേന്ദ്രമാകുമോ എന്ന് ചോദിക്കുന്നുണ്ട് നാഗമ്പടത്ത് വെച്ച്. അപ്പം അവര് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, സ്വാമി പറഞ്ഞാൽ ശിവഗിരി ഒരു തീർത്ഥാടന കേന്ദ്രമാകുമെന്ന് നാഗമ്പടത്ത് വെച്ച് അനുമതി കൊടുക്ക്. അവരതിന്റെ കാര്യങ്ങളൊക്കെ ഗുരുവിൽ നിന്നും മേടിക്കുന്നുണ്ട്. വസ്ത്രങ്ങൾ എങ്ങനെ വേണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ വേണം, അതിൻ്റെ വ്രതാനുഷ്ഠാന കാലങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള സകലമാന കാര്യങ്ങളെ പറ്റിയും കൃത്യമായിട്ടുള്ള ലിസ്റ്റ് എഴുതിക്കൊണ്ടുവന്ന് ഗുരുവിനോട് ചോദിച്ച് അനുമതിയെല്ലാം മേടിച്ച് എല്ലാവരും സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഗുരു അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, ശിവഗിരി ഒരു തീർത്ഥാടനം മാത്രമായാൽ മതിയോ, അതിന് ലക്ഷ്യങ്ങൾ വേണ്ടേ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോഴാണ് ശിവഗിരി തീർത്ഥാടനത്തിന് ലക്ഷ്യം വേണം എന്ന് ഈ ചോദ്യം ചോദിച്ച ആൾക്കാർക്ക് അപ്പോഴാണ് അവർ ചിന്തിച്ചത്, ഇതിന് ലക്ഷ്യം വേണമല്ലോ അല്ലേ എന്ന് ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിക്കുക, മറ്റ് പല തീർത്ഥാടനങ്ങളും നടക്കുന്നുണ്ട്. നമ്മളുടെ പത്തനംതിട്ട ജില്ലയിലടക്കം ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല, അല്ലെ? ഇങ്ങനെയുള്ള എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചോളുക, എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളുടെയും പരമമായ ലക്ഷ്യം ഭക്തി മാത്രമാണ്, അല്ലേ? വേറെ എന്തെങ്കിലും നമുക്ക് അവിടെ കിട്ടുമോ? എങ്ങും കിട്ടത്തില്ല. ഒരു തീർത്ഥാടന കേന്ദ്രത്തിലും ഭക്തി അല്ലാതെ വേറൊന്നും കിട്ടില്ല. സമ്മതിച്ചോ? ആണല്ലോ. പക്ഷേ ശിവഗിരി തീർത്ഥാടനത്തിന് കൃത്യമായിട്ട് ഗുരു പറയുന്നുണ്ട്, ഇതിന് ഭക്തി മാത്രമല്ല വേണ്ടത്, ഇതിന് ലക്ഷ്യം വേണം, അല്ലേ? എന്നിട്ട് ശ്രീനാരായണ ഗുരുദേവൻ തന്റെ ഇടത് കൈയുടെ ചെറുവിരൽ തൊട്ട് അങ്ങോട്ട് എണ്ണം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാ പറയുന്നത്? വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, കൃഷി, സംഘടന, കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക പരിശീലനം. 8 വിഷയങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെയും ഗുരു ഈശ്വരഭക്തി അല്ല ഒന്നാമത് പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കണം, ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഗുരു ഒരിക്കലും ഭക്തിക്കല്ല പ്രാധാന്യം കൊടുത്തത്. ഫസ്റ്റ് പറഞ്ഞത് വിദ്യാഭ്യാസമാണ്. നമ്മൾ മനസ്സിലാക്കണം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമുക്ക് അറിവുണ്ട്, നമ്മൾ തിരിച്ചറിയണം എന്തുകൊണ്ടായിരിക്കാം ശ്രീനാരായണ ഗുരുദേവൻ അന്ന് വിദ്യാഭ്യാസത്തിന് ഒന്നാമത് പ്രാധാന്യം കൊടുത്തതെന്ന്. ഇനി രണ്ടാമത് ഭക്തിക്ക് കൊടുത്തോ? ഇല്ല, ശുചിത്വത്തിന് കൊടുത്തു. ഈ വിദ്യാഭ്യാസവും ശുചിത്വവും ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഭക്തി ഉണ്ടാവും എന്നുള്ളത് ഭഗവാന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് നമ്മളിത് പഠിക്കണം. നമ്മളിത് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. നമ്മളിത് പഠിക്കണം. ശിവഗിരി നമ്മളൊരു 25-ാം തീയതി ആകുമ്പോൾ ബസ് വിളിക്കുന്നു, ശിവഗിരി പോകുന്നു, നേരെ അവിടുന്ന് അടുത്ത കുന്നുംപാറ, അരുവിപ്പുറം, മരുത്തോമല, കന്യാകുമാരിയൊക്കെ കറങ്ങി നമ്മൾ തിരിച്ചു പോരുന്നു. അതിനെയും കഴിഞ്ഞ് ശിവഗിരി തീർത്ഥാടനത്തിനൊക്കെ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളും അതിന് അഷ്ടലക്ഷ്യങ്ങൾ ഗുരു കൊടുത്തിട്ടുണ്ട്. ആ ലക്ഷ്യങ്ങൾക്ക് കൃത്യമായ നമ്പർ ഇട്ട് തന്നെ ഗുരു പറയുന്നുണ്ട്. നമ്പർ ഇട്ടാ പറഞ്ഞത്. ഒന്നാമത് വിദ്യാഭ്യാസം, രണ്ടാമത് ശുചിത്വം, മൂന്നാമത് ഈശ്വരഭക്തി, സംഘടനയൊക്കെ അതിനകത്ത് പ്രാധാന്യത്തിൽ വരുന്ന കാര്യങ്ങളാണ്. മനസ്സിലാക്കണം. നമ്മൾ ഒരു കുടക്കീഴിൽ ഇപ്പൊ ഒരു ശാഖായോഗം, ഞാൻ പറഞ്ഞല്ലോ, ഈ ശാഖയിൽ എനിക്ക് വന്ന് എന്നെ വിളിച്ചപ്പം എന്റെ മനസ്സിൽ ആദ്യം വന്നത് 97-ാം നമ്പർ SNDP ശാഖയാണ്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ തൃക്കരങ്ങളിൽ നിന്ന് നേരിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിയ ആളുകളുടെ പിന്മുറക്കാരാണ് നിങ്ങളുടെ മുന്നിലാണ് ഞാൻ വന്ന് ഈ സംസാരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇതൊക്കെ തിരിച്ചറിയണ്ടേ? ഇത്രയും മതിയോ? 97-ാം നമ്പർ ശാഖയിൽ എത്ര വീടുണ്ട്? എത്ര പേരുണ്ട് ഇവിടെ? നമ്മുടെ സംഘടനയൊക്കെ എന്താണ് സംഘടന? ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ സംഘടിച്ച് ശക്തരാകുവാനാണ് പറഞ്ഞത്, അല്ലേ? ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്കിപ്പം ഒരു ഈർക്കിലി
ഒരു 1, 2, 3 ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒടിക്കാൻ പറ്റും അല്ലേ? ഒരു ഫുള്ള് ചൂല് നമുക്ക് ഒടിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ആ ഒരു ചിന്താബോധം നമുക്ക് കൃത്യമായിട്ടുണ്ടാവണം. നമ്മളുടെ ശാഖയിൽ നടക്കുന്ന പ്രതിഷ്ഠാ വാർഷികമാണ്. നമ്മളുടെ ശാഖയിലെ അംഗവീടുകൾ എത്രയുണ്ട്? 600 അംഗവീടുകളുണ്ട്. ഒരു വീട്ടില് 3 പേരെ വെച്ച് കൂട്ടിയാൽ, 3 ആയിരിക്കത്തില്ല, 3 പേരെ വെച്ച് കൂട്ടിയാൽ പോലും എത്രയായി? 1800 അംഗങ്ങൾ ഇവിടെ വരണം. വേണ്ടേ? ഒരാള് വന്നാൽ എത്ര പേര് വരണം? 600 പേര് വരണ്ടേ? എന്ത്? അതാണ് നമ്മളുടെ സംഘടനാബോധം എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മളുടെ സംഘടനയ്ക്കകത്ത് ഒരു പക്ഷേ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അതാ പല വീടുകൾ, പല സാഹചര്യങ്ങളിൽ, പല രീതിയിൽ നിന്ന് വന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് അല്ലേ? അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അഭിപ്രായ വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് എല്ലായിടങ്ങളിലും ഉണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് സംഘടനയുടെ കാര്യം വരുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ പങ്കെടുക്കണം. പ്രതിഷ്ഠാ വാർഷികം നമ്മളുടെ എല്ലാവരുടെയും, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതെല്ലാം കണക്ട് ചെയ്ത് വരും. കുമാരനാശൻ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ഗുരുവിനെ ഇവിടെ പ്രതിഷ്ഠിച്ചു വെച്ചിട്ടുണ്ട് ഇല്ലേ? ഗുരു പറഞ്ഞോ നിങ്ങൾ എന്നെ എടുത്ത് ഇവിടെ പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞോ? ഇല്ല. നമ്മളുടെ നമ്മളിവിടെ പൊതുയോഗം കൂടി, പൊതുയോഗത്തിന്റെ ഭൂരിപക്ഷ തീരുമാനപ്രകാരം നമ്മളിവിടെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തി ഇല്ലേ? അല്ലാതെ ഇവിടുത്തെ സെക്രട്ടറിയോ പ്രസിഡന്റോ മാത്രം തീരുമാനിച്ച് നടത്തിയ പ്രതിഷ്ഠയല്ല. ആണോ? ഒരിക്കലും അല്ല. നമ്മളിപ്പോ ഒരു പൊതുയോഗത്തിന് വിളിച്ചാൽ അതാണ് വേറൊരു പ്രശ്നം. ഞാൻ ഒരു ശാഖയുടെ വൈസ് പ്രസിഡന്റ് ആണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇത് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഞാൻ ഓതറ 350 നമ്പർ SNDP ശാഖാ യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. ഇനി അതും കഴിഞ്ഞ് തിരുവല്ല SNDP യൂണിയൻ യൂത്ത് മൂവ്മെന്റിന്റെ കൺവീനറും കൂടിയാണ്. എനിക്ക് കൃത്യമായിട്ട് ഇത് പറയാൻ പറ്റുന്നേ. ഞാൻ ഓതറ ശാഖയിൽ മാത്രമാണെങ്കിൽ ശാഖയുടെ കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ കുറെ നാളായിട്ട് മനക്കച്ചിറ ശ്രീനാരായണ കൺവെൻഷൻ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം. നമ്മുടെ തിരുവല്ലയിൽ നടക്കുന്ന, പത്തനംതിട്ട ജില്ലയിൽ നടക്കുന്ന ഒരു വലിയ കൺവെൻഷനാണ്. ഏതാണ്ട് 30,000-ലധികം ആളുകൾ ഒരു ദിവസം പങ്കെടുക്കുന്ന വലിയ പരിപാടിയാണ് മനക്കച്ചിറ ശ്രീനാരായണ കൺവെൻഷൻ. അപ്പൊ അതിന്റെ ചുമതലയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വിവിധ ശാഖകളിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നേ. നമ്മുടെ സംഘടന ഏത് രീതിയിലാണ് പോകുന്നെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും. കാര്യം ഞാൻ ഇതിൽ നിൽക്കുന്നതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇവരുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാകും. കാര്യം ഇവരിവിടെ ഇരിക്കുന്നെങ്കിൽ എൻ്റെ ശാഖയിൽ ഞാനും ഇതുപോലെ ഇരിക്കുന്നതാണ്. അപ്പൊ എനിക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മളെ പൊതുയോഗം വിളിക്കും ഇല്ലേ? എല്ലാവർക്കും നോട്ടീസ് തന്ന് പൊതുയോഗം വിളിക്കും. 600 വീടുണ്ടെന്ന് പറഞ്ഞു. 60 പേരെ പങ്കെടുക്കുള്ളൂ. പറഞ്ഞു മനസ്സിലായില്ലേ? ഈ 60 പേര് പങ്കെടുത്ത് അതിനകത്തെ ഭൂരിപക്ഷം വരുന്ന ഒരു തീരുമാനം ഈ 600 വീടിനും ഒരേപോലെ പ്രാബല്യമാണ്. പൊതുയോഗത്തിന് വന്നോണം, അഭിപ്രായം പറഞ്ഞോണം. ഗുരുവിന്റെ പ്രതിഷ്ഠ വേണ്ട എങ്കിൽ വേണ്ടെന്ന് തന്നെ പറയണം. വേണമെന്ന് പൊതു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് 60 പേര് വന്ന് തീരുമാനിച്ചാലും 25 തോന്നുന്നു കോറം അല്ലേ? 25 പേര് വന്നുള്ള കോറം തികഞ്ഞിട്ടുള്ള പൊതുയോഗം തീരുമാനിച്ചാലും എല്ലാ വീട്ടുകാർക്കും ഇത് തുല്യമാണ്. നമ്മളത് മനസ്സിലാക്കണം. ഇത് പൊതുയോഗത്തിന് വരില്ല. പൊതുയോഗത്തിന് വരാതെ ഇവര് വന്ന ആളുകളെല്ലാം കൂടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. ഇന്ന പ്രോഗ്രാമുകളൊക്കെ നടത്തണം, ഇന്ന കാര്യങ്ങൾ മതി, ഇത്ര രൂപ പിരിവ് എന്നൊക്കെ തീരുമാനിച്ച് ഇവര് പിരിക്കാൻ വേണ്ടി കമ്മിറ്റിക്കാരടക്കം ഇവര് വേണ്ട, ഞങ്ങള് കമ്മിറ്റിക്കാരല്ല എൻ്റെ ശാഖയുടെ വീടുകളിലോട്ട് ചെല്ലുമ്പം ഈ പൊതുയോഗത്തിന് വരാത്തവരെല്ലാം നമ്മളെ ചീത്ത വിളിക്കുന്നു. നിങ്ങൾ അവിടെ എന്ത് പരിപാടി നടത്തുന്നു? നിങ്ങൾ ഇതൊക്കെ ആരോട് ചോദിച്ചിട്ടാ തീരുമാനിച്ചത് എന്നൊക്കെ ചോദിക്കും. അത് നമ്മൾ ഇവിടെ കമ്മിറ്റിയിലോ അല്ലെ ഇതുപോലുള്ള സ്ഥാനങ്ങളിൽ വന്ന് ഇരിക്കുമ്പോഴേ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പോൾ അപ്പൊ ഇങ്ങനെ ഗുരുവിനെ ഇവിടെ നമ്മൾ പ്രതിഷ്ഠിച്ചിരുത്തിയിട്ട് ഗുരുവിന്റെ പ്രതിഷ്ഠാ വാർഷികത്തിൽ നമ്മളുടെ 600 വീടിന്റെ ഒരു ഭൂരിപക്ഷം ആൾക്കാർ ഇവിടെ എത്തിയില്ലെങ്കിൽ അത് നമ്മൾ ഗുരുവിനോട് ചെയ്യുന്ന ഒരു ഗുരുനിന്ദയാണ്. നമ്മൾ മനസ്സിലാക്കണം അല്ലേ? കുമാരനാശാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ ഗുരുപാദേശത്തിൽ പറയുന്നുണ്ട് അല്ലെ? ഗുരു ഒറ്റയടിക്കൊന്നും ആരെയും ശപിച്ച് നശിപ്പിക്കത്തൊന്നുമില്ല. പക്ഷെ നമുക്ക് അപജയം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ കൃത്യമായിട്ട് ഇതുപോലുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുക തന്നെ വേണം. നിർബന്ധമാണ്, ഒരു സംശയവുമില്ല. ഇതിൽ വേറെ ആരും വന്ന് പങ്കെടുക്കില്ലെന്നേ, നമ്മൾ തന്നെ പങ്കെടുക്കണം. വേണ്ടേ? ഇത്രയും പേര് പോരാ. 600 വീടുള്ള ടൗൺ ശാഖയിൽ നിന്ന് ഇത്രയും പേര് പോരാ, വളരെ കുറവാണ്. ഇത് പോരാ എന്ന് തന്നെ ഞാൻ പറയും. കാര്യം അങ്ങനെയാണ്. അത് ഇവരുടെ ബുദ്ധിമുട്ട് ഇവരൊക്കെ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ.
ഇവരെന്നോട് ഇത് പറയാൻ പറഞ്ഞിട്ടൊന്നും പറഞ്ഞല്ല കേട്ടോ. ഞാൻ എന്നോട് ഇതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല. എനിക്കിത് മനസ്സിലാവും. കാര്യം ഞാൻ ഈ പറഞ്ഞ സ്ഥാനങ്ങളിൽ ഞാൻ ഇരിക്കുന്നുള്ളത് കൊണ്ട് എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് പറഞ്ഞതാണ്. നമ്മളെ വിഷയത്തിൽ നിന്ന് ഞാനൊന്ന് ചെറുതായിട്ട് മാറിപ്പോയി. ഇനി നമുക്ക് അതിലേക്ക് തന്നെ വരാം. അങ്ങനെ ഈ പറയുന്ന ക്ഷേത്ര പ്രതിഷ്ഠകളിലൂടെയും ഈ പറയുന്ന കൃതികളിലൂടെയും ഒക്കെ ഗുരു നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു മാതൃക നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഗുരുവിനെ കൃത്യമായിട്ട് നമ്മൾ അറിയണം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് വെച്ച് 1903 ഒരു ദീപം നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ഏൽപ്പിച്ചേക്കുന്നത്? ഡോക്ടർ പൽപുവിലൂടെയും കുമാരനാശാനിലൂടെയും പകർന്ന് ഒരു ദീപം ഇന്ന് ഈ ശാഖയുടെ പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും അടക്കം കൈകളിൽ വന്ന് നിൽക്കുന്ന ഒരു ദീപമുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ, അല്ലെ? SNDP എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനം. ആ ദീപം ഒരു കളിപ്പാട്ടമാണെന്ന് ആരും കരുതരുത്. അങ്ങനെ കരുതിയാൽ നാളെ കാലത്തിനോട് കണക്ക് ചോദിക്കേണ്ടതായിട്ട് തന്നെ വരും, ഒരു സംശയവുമില്ല. മറിച്ച് ആ ദീപത്തിന്റെ തിരികെടാതെ നമുക്ക് നോക്കുവാൻ കഴിഞ്ഞാൽ അത് നമ്മളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു പരമ പുണ്യമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഏതാണ്ട് 1:10 ആയി. നമ്മൾ ഇതൊക്കെ ഭയങ്കര തത്വജ്ഞാനം ഒന്നും പറയേണ്ട സമയമല്ല ഇത്. അതെനിക്ക് കൃത്യമായിട്ട് അറിയാം. കാര്യം ഈ 1 മണിക്കൊക്കെ ശേഷം പിന്നെ ഇത് നമുക്ക് ദഹിക്കത്തില്ല. അത് നമ്മുടെ ഒരു പ്രശ്നമാണ്, അത് കൃത്യമാണ്. അപ്പം ഞാൻ അധികം നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. എന്തായാലും എൻ്റെ ഒരു അറിവിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നതിനകത്ത് എന്തെങ്കിലും തെറ്റോ കുറ്റമോ ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അറിവുകേടായിട്ട് നിങ്ങൾ ക്ഷമിക്കുക. അഥവാ ഞാൻ പറഞ്ഞു തന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നല്ലതായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു ഉത്സവാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ശ്രീനാരായണ ധർമ്മം എപ്പോഴും ജയിക്കട്ടെ.